ഹുവാവയുടെ ഹുവാവെ മേറ്റ് X6 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവാവെ മേറ്റ് X6 എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ രണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫോൾഡബിൾ ഫോണാണ്, അപ്പോൾ രണ്ട് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അപ്പം ഉള്ളിൽ 7.93 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന ഒരു OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. LTPO പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോൾഡബിൾ ഡിസ്പ്ലേ ആണ് ഇത്. അതായത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 nits ആണ്. അതുപോലെ തന്നെ 1440 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 6.45 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിലും LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞായിരിക്കും. ഇതിൽ കോഡ് കർവ് ഡിസ്പ്ലേക്കാണ് വരുന്നത്. പിന്നെ 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2500 nits ആണ്. 1440 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 239 ഗ്രാമാണ്. പിന്നെ തിക്നെസ് വെറും 4.3 mm മാത്രമേ വരുന്നുള്ളൂ. IPX8 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കിരിയൻ 9100 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഹുവാവേക്ക് ഇപ്പം സ്നാപ്ഡ്രാഗണിൻ്റെ അല്ലെങ്കിൽ മീഡിയാടെക്കിൻ്റെ പ്രോസസ്സർ യൂസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം ഈ ഒരു പ്രോസസ്സറെ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് സ്നാപ്ഡ്രാഗൺ 8L8 അല്ലെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 9400 എന്ന പ്രോസസ്സറിൻ്റെ അത്ര പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ അല്ല. എന്തായാലും അവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തായാലും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ബേസ് വേരിയൻറ്റ് 12 GB RAM 256 GB ഇൻറ്റേർണൽ വെർഷനാണ് വരുന്നത്. പിന്നെ 12 GB RAM 512 GB ഇൻറ്റേർണൽ വെർഷനും വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഒരു കളക്ടേഴ്സ് എഡിഷനും ഉണ്ട്. അതിൽ ബേസ് വേരിയൻറ്റിൽ 16 GB RAM 512 GB ഇൻറ്റേർണലാണ് വരുന്നത്. അതുപോലെ തന്നെ 16 GB RAM 1 TB ഇൻറ്റേർണൽ വെർഷനും വരുന്നുണ്ട്. പിന്നെ ഇതിൽ NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സാറ്റലൈറ്റ് കണക്ടിവിറ്റി പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഫോൺ വെട്ടനിറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 3D വേപ്പർ ചേമ്പർ കൂളിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹാർമണി OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം ആൻഡ്രോയിഡ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇത് RYYB സെൻസറാണ്. പിന്നെ 40 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. 48 MP ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 4x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 ഡിസ്പ്ലേയിലും 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5110 mAh ബാറ്ററിയാണ് വരുന്നത്. കളക്ടേഴ്സ് എഡിഷൻസിൽ 5200 mAh ബാറ്ററിയും വരുന്നുണ്ട്. പിന്നെ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേറില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 12,999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 1,50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. അപ്പം വളരെ കൂടിയൊരു പ്രൈസിങ്ങിൽ തന്നെയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഹുവാവേക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ അല്ലെങ്കിൽ മീഡിയാടെക്കിൻ്റെ പ്രോസസ്സർ യൂസ് ചെയ്യാൻ കഴിയില്ല. ബാക്കി ഫീച്ചേഴ്സൊക്കെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ വിലയും അത്യാവശ്യം നല്ലോണം കൂടിയൊരു പ്രൈസിങ്ങിൽ തന്നെയാണ് വരുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യില്ല. കാരണം ഹുവാവെ ഇപ്പം അടുത്തായിട്ട് അവരുടെ ഫോണിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ സപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇന്ത്യയിൽ അത്ര ക്ലിക്ക് ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെപ്പറ്റിയുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഹുവാവയുടെ മേറ്റ് X6 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.